വികാരങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളിൽ ഒതുക്കി നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ കുഞ്ഞു വീഡിയോയും കൊണ്ട് വന്നിക്കാണ് കേട്ടോ. അപ്പം ഇന്ന് 26-ാം തീയതി അങ്കണവാടിക്കൊക്കെ അവധിയാണ്. അപ്പം ഉണ്ട് രാവിലെ ഞാൻ സുമിനെ വിളിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓള് പറഞ്ഞു ഓളെ കയ്യിന് വേദനയാണ്, ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ നേരെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, എൻ്റെ വീട്ടിലേക്ക് വാ, എന്നിട്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എനിക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ ഓള് നമ്മളെ പൊട്ടിക്കല്ലിൽ എത്തിക്കണ്. എന്തൊക്കെ ഉണ്ടടി വർത്താനം? നല്ല വർത്താനം. പിന്നെ എന്താണ് കയ്യിൻ്റെ വേദന? അത് ഞാൻ പറഞ്ഞില്ലേ, ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പം അതിന് നല്ല വേദനയാണ്. ഇടയ്ക്ക് നമ്മൾ നല്ല ഭാരം പിടിച്ച ഒരു 500 പോലും തൂക്കരുതെന്ന് പറഞ്ഞതാണ്. അങ്ങനത്തെ നമ്മളിപ്പോൾ അംഗൻവാടിയിലെ ജോലിയും നമ്മളെ പണിയൊക്കെ ഇതുകൊണ്ടല്ലോ. അപ്പോൾ അത് വേദന കൂടുതലായപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വിചാരിച്ച് പോയതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം? മല്ലിമുളകിൻ്റെ ഒക്കെ ബിസിനസ് എങ്ങനെ അങ്ങനെ നടക്കണ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും വാങ്ങലുണ്ട്. ടീച്ചർമാർ ഇപ്പോൾ ഇജ്ജ് അവിടെ വന്ന് പോന്നില്ലേ, എന്നതിൻ്റെ ശേഷം ടീച്ചർമാരൊക്കെ വാങ്ങി. ആരെങ്കിലുമൊക്കെ വിളിച്ചായിരുന്നോ ഓർഡർ പറഞ്ഞാണ്ട്? ഓർഡർ പറഞ്ഞ് പിന്നെ 2-3 ആൾക്കാർ വിളിച്ച് അങ്ങനെ. പിന്നെ അതിനകത്തുള്ള തോനെ സാധനമൊന്നും ഞാൻ കൊണ്ടുവരില്ലല്ലോ. 9 കിലോ 8 കിലോ. അപ്പൊ എല്ലാരും പിന്നെ സുമിന്റെ നമ്പർ കോണ്ടാക്റ്റിൽ കൊടുക്കട്ടോ. പിന്നെ മല്ലിപ്പൊടി മുളകും പൊടി വേണ്ടോല ഐക്കരപ്പാടി ആ ഭാഗത്ത് കൊണ്ടോട്ടിയുള്ളവരൊക്കെ ഓളിന്ന് വാങ്ങിക്കൊണ്ട് നല്ല വൃത്തിയാക്കി കഴുകി ഉണക്കിങ്ങാണ്ട് നല്ല സൂപ്പർ മല്ലിപ്പൊടി മുളകും പൊടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളത് നോക്കി വൃത്തിയാക്കി നല്ലത് നിങ്ങൾ ഓളെ തന്നെ വാങ്ങി. കമന്റിന്റെ കാര്യം പറയുന്നേട്ടല്ലോ, നമ്മളെ വീഡിയോക്ക് എന്തോ ഒരു കമന്റ് ബാഡ് കമന്റ് വന്നു. അതെന്താ അറിയടി, പിന്നെ എനിക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ ഞമ്മക്കും ഉണ്ടല്ലോ അയവും കുറവും, മാനും മര്യാദയൊക്കെ ഞമ്മക്കും ഇല്ലേ. അപ്പം എല്ലാവരും അത് അറിയാൻ നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് സമ്മതിക്കൂല. പക്ഷെ ചില ആൾക്കാർ നമ്മളോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു പോവും. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു സത്യമുണ്ട്. വീട്ടിൽ പ്രശ്നം എന്താ വെച്ചാൽ മക്കളെ ബാധ്യത മുഴുവൻ കഴിച്ചാട് ഞാനാണ്, ഓലെ വാപ്പല്ല. ഓലെ ചെറുപ്പത്തിലേ തീറ്റി പോയിട്ട് ഞാൻ വളർത്തിയുണ്ടാക്കി. കയ്യോ വളരുന്നു കാലോ വളരുന്നു നെല്ലി. നമ്മൾ പല ഉമ്മമാർക്ക് പല സങ്കല്പങ്ങളും ഒരു മക്കളാലെ നമ്മൾ പലതും വിചാരിക്കും. കയ്യോ വളരുന്നു കാലോ വളരുന്നു നെല്ലി നമ്മൾ പോറ്റിണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മളെ മനസ്സിലുണ്ടാവും നമ്മളെ മക്കളെ ആളായാൽ നമുക്കൊരു സുഖജീവിതം കിട്ടും, നമ്മൾ നന്നാവും. എത്ര ചെറുപ്പം മുതൽ ഈ വലിപ്പം വരെ കഷ്ടപ്പാട് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അള്ളാഹിനോടല്ലാതെ വേറൊരാളോട് നമുക്കിത് ബോധിപ്പിക്കാനില്ല. പക്ഷെ ഓരോരുത്തർ വേദനപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണോ നടന്നത്, എന്താ ഉണ്ടായതെന്ന് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണിൻ്റെ മേലിൽ തച്ച് കെടുത്ത് സംസാരിക്കുക, ആ പെണ്ണ് തെറ്റുകാരിയാക്കുക, ഇതാണ് ഇന്നത്തെ ജനങ്ങളെ ആഗ്രഹം. പക്ഷേ നമ്മളാണെങ്കിലോ ആ ആഗ്രഹത്തിന് മുന്നില്ലാതെ നമ്മൾ തളരാതെ ജീവിക്കണം എന്നുള്ള കാരണം നമ്മൾ അള്ള പടച്ച് യാത്രയാക്കിയില്ലേ, അള്ള കൊണ്ടുപോണ വരെ നമുക്ക് ജീവിക്കണ്ടേ. അതാണ് നമ്മൾ പിന്നെയും ജീവിക്കാൻ നമുക്കൊരു കരുത്തിന് അള്ള തരുന്നതാണ്. അപ്പോൾ പറഞ്ഞു കൊണ്ടുവന്ന് ആ കമൻറ്റ് ചോദിച്ചപ്പോൾ എനിക്കത് വിഷമമായി. എന്താ ചോദിച്ചത് കമൻറ്റിൽ? ചോദിച്ചത് ഒന്നിനാത്രം പോകുന്ന ഭർത്താവിനും മക്കളെ ഇട്ടുങ്ങാണ്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒന്നാത്രം പോകുന്ന കമന്റ് ഞാൻ കണ്ടത്. അപ്പം തെറ്റുകാരി ഞാനല്ല. ഞാൻ ബാങ്കിൽ നിന്ന് 5 സെന്റ് സ്ഥലം ഉണ്ടായിനി. അതിൻ്റെ അമ്മ എനിക്ക് പണ്ടത്തിന് വേണ്ടി തന്നതേനു കല്യാണം കഴിച്ചപ്പോൾ. ആ സ്ഥലം വാങ്ങി അതിൽ 4 നെടുമ്പര വെച്ചൊരു മലൻ്റെ മുകളിലേനു. മക്കൾക്ക് മദ്രസിലോ സ്കൂളിലോ ഒന്നും പോകാൻ സൗകര്യമില്ലാത്തൊരു സ്ഥലം. അവിടുന്ന് ഞാൻ വിറ്റ് അത് 6.25 സെന്റ് സ്ഥലമാക്കി. പക്ഷേ അതിൽ ഞാനൊരു ലോൺ എടുത്ത്. അതും ഇതുപോലെ മേലെ ഒരു പ്രൈവറ്റ് റോഡാണ്. പിന്നെ അതിലേക്ക് 2 അടി വയ്യി തരുന്ന ഒരാൾ വയ്യി ചോദിച്ചപ്പോൾ വയ്യി തന്നില്ല. അപ്പം വയ്യി തരാതായപ്പോൾ ആ പറമ്പ് നമ്മൾ ലോൺ എടുത്ത സമയത്ത് ആ ലോണ് മൂടുകൂടി. അപ്പം മക്കൾ വീടുണ്ടാക്കിയാൽ മക്കൾ കൂടിത്തരാമെന്നുള്ള ഒരു ഇതിനാണ് ഞാൻ ലോൺ എടുത്ത് വീടുണ്ടാക്കിയത്. വീടുണ്ടാക്കിയ സമയത്ത് അത് ലോണ് മൂടുകൂടിയപ്പം 50,000 60,000 75,000 40,000 2,2.5 ലക്ഷം ഒക്കെ നമ്മളെ ഈ കൊണ്ടുപോയി അടക്കണ പലിശയിലേക്ക് പോകും. അങ്ങനെ ഒരു ജപ്തി ചെയ്യാൻ വരും എന്ന് പറഞ്ഞപ്പം ഞാൻ അവിടുത്തെ മാനേജറോ കാര്യങ്ങൾ പറഞ്ഞപ്പം സാറ് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ഒരു മാസം കൂടി ഇട തരാം, നിങ്ങൾ അതെന്തെങ്കിലും വിറ്റിട്ടെന്തെങ്കിലും അന്നേരമെങ്കിലും ഞങ്ങൾ ജപ്തി നോട്ടീസ് വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ വഴി തരാത്തതുകൊണ്ട് അതിന് വില കിട്ടിയില്ല. കിട്ടണ വിലക്ക് കൊടുത്ത് ആ കിട്ടിയ വിലക്ക് കൊടുത്ത സമയത്ത് ബാങ്ക് കൊണ്ടുപോയി അത് അടച്ചപ്പോൾ ആ ബാങ്കിൽ അടക്കാനുള്ള പൈസ അത് ഉണ്ടായിട്ടുള്ളൂ.
പിന്നെ എനിക്ക് സ്ഥലം വാങ്ങാണ്ടായില്ല. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ നമ്മളെന്തായി, മക്കളെ നമ്മൾ ഇട്ടേച്ച് പോന്നതാണ് എന്നുള്ള ഒരു രൂപത്തിലായി. പക്ഷേ മക്കൾ ഇന്നിട്ടേച്ച് നാളെ റമദാൻ ഒന്നാണെങ്കിൽ, ഇന്നിപ്പോൾ അതാക്കണേ നമ്മളെ റമദാൻ വരികയാണ്, നാളെ റമദാൻ ഒന്നാണെങ്കിൽ ഇന്നാണ് ഓല് ഇന്നെ ഇട്ടേച്ച് ഓല് സ്വകാര്യം നിലക്ക് വാടകയ്ക്ക് വീടൊക്കെ തിരഞ്ഞ് ഓല് പോയതാണ്. അല്ലാതെ ഞാനതിൽ തെറ്റുകാരിയല്ല. ഓല് പോയതിൻ്റെ ശേഷം 4 കൊല്ലം ഞാൻ ഒറ്റക്ക് ആ വീട്ടിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഓലെ വീട്ടുകാരോട്, ഓലെ പെൺവീട്ടുകാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ പറമ്പും പൊരിയും വേണമെന്ന്. അപ്പം എന്നാൽ പുറത്തൊരു വിലക്ക് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്, എന്നാലും എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടാണ്, ഞാൻ വാടകയ്ക്ക് പോയിക്കോളാമെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ അത്ര പോലും ഓൽക്ക് ഞാനൊരു ശല്യമായിട്ട് നിൽക്കരുതെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഓലെ ബുദ്ധിമുട്ടി, നേരം വെളുത്താൽ 8:30 മണിയാകുമ്പോഴത്തേന് എനിക്ക് കണ്ണമ്പട്ടിക്കാവുന്ന് വണ്ടി കയറിയാലാണ് ഞാൻ ഐക്യപ്പടി എത്തുള്ളൂ. കാരണം നമുക്കിപ്പോൾ സെൽഫി വിടണം. അപ്പോൾ ആ ടൈമിന് 9:30 ആകുമ്പോഴത്തേന് അംഗൻവാടിയിൽ എത്തണേ അത്രയും നേരത്തെ പോരും. പിന്നെ എനിക്ക് മരക്കളെ ഇത് നോക്കാനുള്ള ടൈം, ഓലെ എന്തെങ്കിലും പറയാനോ അതിൻ്റെ ടൈം എനിക്കില്ല. വൈകുന്നേരം ചെല്ലണത് നമ്മൾ 6 മണിക്കാണ്. പിന്നെ ജനങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്താൻ, നമ്മളെ വീട്ടിലുള്ള സംഗതി എന്താണ്, വീട്ടിലെന്താണ് നടന്നത് നാട്ടുകാർക്ക് അറിയേണ്ട ആവശ്യമില്ല ഉണ്ടോ. പക്ഷേ ഒരു പെണ്ണിൻ്റെ മേൽ കരി വാരിത്തേക്കാൾ എളുപ്പമാണ്. അത് ഇതിപ്പോൾ ഞാൻ ചുരുക്കി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുണ്ട്. ഞാൻ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് അറിയാം, ഓല് ജീവിച്ച് പോട്ടെ, ഒരു സുഖമായി ജീവിക്കട്ടെ. നമ്മളേതായാലും ഓല് ഇങ്ങനെയൊക്കെ ആക്കി. പക്ഷേ നമ്മളെ ഒറ്റപ്പെടുത്തിയതിന് അത് ഇനി ഒരു നൂലിൻ്റെ ഒരു ചരട് പൊട്ടിക്കഴിഞ്ഞാൽ ആ ചരട് നമ്മൾ ഏച്ചുകൂട്ടുമ്പം ആ ഏച്ചുകൂട്ടിയതായിട്ടുള്ളത് കാണും അല്ലേ. എന്ന മാതിരി നമ്മളെ മനസ്സ് പൊട്ടിത്തെറിച്ച് പോയാൽ പിന്നെ അത് താപ്പൂടാ, ഒരുപാട് പണിയാണ്. എൻ്റെ മക്കൾ പോയപ്പോൾ പിടിച്ച് നിൽക്കാൻ വേണ്ടി ഞാനൊരു പാട്ടുണ്ടാക്കിയതിലാണ് ഞാനിങ്ങനെ നിന്നത്. ആ പാട്ടും കൂടെ ഞാൻ പാടിത്തരാം. എന്നാ പാട്. സുമിന്റെ വിഷമങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത് കേട്ടോ. കാരണം ഒരു കാര്യമില്ലാതെ മക്കളോളം ഉപേക്ഷിച്ച് പോയതാണ്. എന്താ ചെയ്യാ, മക്കള് അതിനെ പറ്റി നമുക്ക് പറയണ്ട. ആ പാട്ടൊന്ന് പാടിക്കാം. കാലമേറെ കഴിഞ്ഞാലും നാളുകള് വന്നാലും മാസമായി വന്നാൽ ആഴ്ചയായി വന്നിട്ട് കൊല്ലക്കണക്കിന് നാളുവേറെ നമ്മെ കേറി പോവാനുള്ളത് 6 അടി മണ്ണല്ലേ, 6 അടി മണ്ണല്ലേ. കാലമേറെ കഴിഞ്ഞാലും നാളുകള് വന്നാലും ആഴ്ചയായി വന്നാൽ മാസമായി വന്നിട്ട് നമ്മക്കേറി പോവാനുള്ളത് 6 അടി മണ്ണല്ലേ, 6 അടി മണ്ണല്ലേ. ഉമ്മ വാപ്പ നിന്നാലും മക്കളൊത്ത് കഴിഞ്ഞാലും കൂട്ടുകാരികൾ നിന്നാലും നാട്ടുകാരുണ്ടായാലും നമ്മെ കേറി പോവാനുള്ളത് 6 അടി മണ്ണല്ലേ, 6 അടി മണ്ണല്ലേ. കാലമേറെ കഴിഞ്ഞാലും നാളുകള് വന്നാലും മാസമായി വന്നാൽ ആഴ്ചയായി വന്നിട്ട് നമ്മെ കേറി പോവാനുള്ളത് 6 അടി മണ്ണല്ലേ, 6 അടി മണ്ണല്ലേ. സുമിന്റെ ഈ പാട്ടേ ഏതോളം ഒറ്റക്ക് മനസ്സിൽ കുത്തിക്കുറിച്ച് ഒരു പേപ്പറിൽ പോലും എഴുതാതെ ഉണ്ടാക്കി അവളെ മനസ്സിന്ന് എടുത്ത് പാടിയ പാട്ടാണത്. ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞാലും നമുക്ക് ആരൊക്കെ ഉണ്ടായാലും നമ്മള് ലാസ്റ്റ് പോകാനുള്ളത് 6 അടി മണ്ണുക്കല്ലേ. അപ്പോൾ ഓളെ വേദന എത്രമാത്രം ഉണ്ട്. നമുക്ക് ആരൊക്കെ ഉണ്ടായിട്ടും കാര്യമല്ല. എനിക്ക് എന്തായാലും ഒരു വല്ലാതെ മക്കള്
അത് സാരല്ല. അപ്പേ ഞാൻ ഓളോട് പറയും, ഇജ്ജ് ഇങ്ങോട്ട് പോര്, എനിക്ക് ഇവിടെ എൻ്റെ സ്വന്തം വീട് പോലെ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഞാൻ എൻ്റെ ഏട്ടത്തിയോ അനിയത്തിയോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, എൻ്റെ ഒരു കൂടപ്പറപ്പാണ് എന്നുള്ള നിലക്ക് എനിക്ക് എപ്പോഴും ഇവിടെ വരാൻ നിൽക്കുക. എനിക്ക് വിരുന്ന് പോവാനോ അന്നെ ഇജ്ജ് ഇങ്ങോട്ട് വാ സുമി ഇവിടെ നിന്നോ എന്ന് പറയാനോ എല്ലാരും ഉണ്ടായിട്ടും ആരില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ സുമീറാന്റെ ജീവിതം. അപ്പൊ ഇജ്ജ് ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞ് ഞാൻ അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിക്കുക ചെയ്തത്. ഞാൻ വിളിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി ഇവിടെ വരും ചെയ്തു. എൻ്റെ അനിയത്തിമാര് വരും പോലെ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠത്തിമാര് വരും പോലെ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. കാരണം ഇത് ഇവിടെ ഐക്കരപ്പടിയിൽ നിന്നാണ് ഓള് വരുന്നത്. എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഓള് ഇന്ന് ഇവിടെ എൻ്റെ അടുത്ത് വരണമെങ്കിൽ ഓളെ വിഷമങ്ങളും വേദനകളും ഒക്കെ എന്നോട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോ ആ വീഡിയോ മല്ലിന്റെയും മുളകിന്റെയും വീഡിയോ ഇട്ടപ്പോ ദുനിയാവില് ഒന്നും ആഗ്രഹമില്ല മോളെ. ഒരു 2 സെന്റ് സ്ഥലം കിട്ടി ഒരാളെ കെഞ്ചാതെ കണ്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നും നാളെയായിട്ട് അല്ല നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥലമൊന്നും വേണ്ടല്ലേ, അതിന്റെ ആവശ്യമില്ലല്ലോ. ഒന്നും പറയല്ലേ. പിന്നെ ഇപ്പോ നമ്മളെ റമദാനാണ്. റമദാന്റെ മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാരോടും പറയാനുള്ളത്, ആരെങ്കിലും എവിടെയെങ്കിലും 2-3 സെന്റ് സ്ഥലം വാങ്ങാൻ നമ്മളെ സുമീറാക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ വാടകക്കാണ് നടക്കുന്നത്. കാരണം 6000 രൂപയാണ് വരുന്നത്. 5000 രൂപ വാടകയും വെള്ളപ്പൈസയും കറണ്ട് ബില്ലും അങ്ങനെ 6000 രൂപയാണ് വരുന്നത്. നമ്മളെ ഈ റമദാൻ മാസം ഒരു പുണ്യ മാസമാണ്. ഞാൻ ഓളെ നമ്പർ കോണ്ടാക്റ്റിൽ ഓളെ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റണത് ഓക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എന്താ പറയുക, എല്ലാ കാര്യങ്ങളോട് തുറന്ന് പറയാനിട്ടാണ്. പറഞ്ഞാൽ ഓളെ ഉപേക്ഷിച്ച് പോയത് ഓളെ സ്വന്തം മക്കളാണ്. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് കരുതി ഓളെ നോക്കി ഓള് വളർത്തിയ മക്കളാണ് ഉപേക്ഷിച്ചിട്ട് പോയിക്കണത്. അപ്പം പിന്നെ അവരെ പറ്റി ഉള്ളതാണെങ്കിലും വിഷമമുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ എങ്ങനെയാണ് എന്താണ്. അതുപോലെ ആ പച്ചയായ ഒരു സത്യം തന്നെയാണ് സുമീറാൻ്റെ ഒരു കാര്യം. അപ്പോൾ ഈ റമദാനെ മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലും സുമീറാനെ സഹായിക്കുകയാണെങ്കിൽ ഒന്ന് സഹായിക്കണം. ഞാൻ ഓളെ കോണ്ടാക്ട് നമ്പർ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കാം. അതിൽ വിളിച്ച് ഞങ്ങൾക്ക് നേരിട്ടുള്ളോട് സംസാരിക്കാം കേട്ടോ. വികാരങ്ങളൊക്കെ നമുക്കുണ്ട്, പക്ഷെ നമ്മൾ ഉള്ളിൽ ഒതുക്കി നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഓലെ കൂടെ ജീവിക്കൂല. കാരണം എന്നെ അതിന് മാത്രം ഞാൻ പറയണില്ല എന്താണ്, എന്നെ അതിന് മാത്രം ചെയ്തു പോയി. അതുകൊണ്ട് എനിക്കത് താപ്പൂട്ടാൻ കഴിയൂല. എനിക്കറിയാം സുമിയാന്റെ വേദന. മക്കളെ നമ്മളെ എങ്ങനെ ഇന്നും നമ്മൾ മടിക്കണത് എന്തുകൊണ്ടാ, ഓല് ജീവിക്കുന്ന ആൾക്കാരെ ഒരു പോരായ്മ. അപ്പോൾ ഓല് ചോദിക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത് പറയല്ല, നിർവാഹമില്ല. കാരണം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് കാര്യമില്ല. എല്ലാരും അറിയട്ടെ, ഇങ്ങനെയുള്ള മക്കളെ കാര്യം എല്ലാരും അറിയട്ടെ. പാപ്പന്റെ കൂട്ടരും എന്റെ കൂട്ടരും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഉപകാരത്തിന് വേണ്ടേ? അതെ, എല്ലാരും ഉണ്ടായിട്ട് ഒറ്റക്കായിട്ട് ജീവിക്കണേ. എന്തെങ്കിലും ഒരു തെറ്റ് കുറ്റങ്ങൾ ഇത്രയും വളർത്ത് വലുതാക്കി മക്കളാൽ ഉണ്ടാക്കിയ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് സുമീറ സ്വന്തം പുരയിടം സ്ഥലവും വിറ്റത്. എന്നിട്ട് അത് ബാങ്ക് കൊണ്ടുപോയി അടക്ക ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് അവള് വാടകക്ക് പോയി. ആ വാടക വീട്ടിൽ നിന്ന് മക്കള് കല്യാണം കഴിഞ്ഞ് 2 മക്കളും ഓലെ ഭാര്യമാരെയും കൊണ്ടാണ് പോയിക്കാണ്. ഓളൊറ്റക്ക് ആ വാടക വീട്ടിലിട്ടിട്ട് അത് ചെയ്തത് വീട്ടിലല്ല, നമ്മളെ സാധാ വിറ്റ് പോയ ആ വീട്ടില് 4 കൊല്ലം ഒറ്റക്ക്. എന്നിട്ടാണ് വീട് വിറ്റത്. സ്വന്തം അലക്ക് എന്ന് പറയാൻ കൊറേണ്ട് ഇറങ്ങി പോണം. ഇതുപോലെ ഒരു അതിന്റെ ശേഷമാണ് ആ വീട് വിറ്റത് അല്ലേ? അത് ശേഷാണ്. അന്നേ അതിന്റെ ശേഷമാണ് വാടകക്ക്. ആ വീട് വിറ്റ സമയത്ത് തന്നെ ഒരുപാട് കച്ചവടക്കാര് ഓൽക്ക് അത് വിറ്റ ഓൽക്ക് കിട്ടൂല എന്നുള്ള നിലക്ക് കുറെ കച്ചവടക്കാർ മുടക്കിയിട്ടുണ്ട്. അത് ഞാൻ ഓലോട് ചോദിച്ചു, നിങ്ങളെന്താ ഇതിന് തടസ്സം നിൽക്കണത്? കാരണം ഓല് വീട്ടാൻ പൈസയും തരുന്നില്ല, പിന്നെ ബാങ്ക് പൈസ കൊടുക്കണ്ടേ. നമ്മൾ ഞൊണ്ടിതാൻ പറയാൻ പറ്റുമോ? ബാങ്കിൽ ചെന്നുങ്ങാണ്ട് ഓരോട് പൈസ വാങ്ങിക്കൊണ്ടുവന്നുങ്ങാണ്ട് നമുക്ക് മുതലില്ലേലും വേണ്ടില്ല. ബാങ്കിലെ കടം വീട്ടിയാൽ നമുക്കൊരു മാനല്ലേ ഓല ഇടയിൽ. നമ്മളോലെ ബാങ്കിൽ നിന്ന് 8000 8 ലക്ഷം 9 ലക്ഷം എടുത്തുങ്ങാണ്ട് കെണിഞ്ഞ വർത്താനല്ല സുമിയെ. ഈ കാലം കഴിഞ്ഞു പോകും. നമ്മളെല്ലാവരും നമ്മളെ മക്കളെ പ്രതീക്ഷയിലാണ്. നമ്മളെ മക്കളാണ് നമ്മളെ സ്വപ്നം. ഈ എന്താ പറയണേ, പിന്നെ ഓലെ ലക്ഷ്യം ഇപ്പോൾ ഓല് ചിന്തിക്കണ എങ്ങനെയാണ്, നമ്മളൊരു മനസ്സിൽ മുറിവേൽപ്പിച്ചിങ്ങാണ്ട് പിന്നെ ഇമ്മനെ വിളിച്ചാൽ ഇമ്മ വരും എന്നുള്ളത് ഓൽക്ക് ആലോചിച്ചാലറിയുന്ന കാര്യങ്ങളല്ലേ. അന്നെ ഞാൻ വേദനിപ്പിച്ചിട്ട് പിന്നെ ഞാൻ എന്നെ കൊണ്ടുവന്ന് നജി വന്നിട്ട് കാര്യമുണ്ടോ? എൻ്റെ മനസ്സ് നന്നാവുമോ? പക്ഷെ ഒരു ഉമ്മനെ വേദനിപ്പിക്കുമ്പോൾ ആലോചിക്കണം. ഒരു ഉമ്മനെ ഞങ്ങൾ വേദനിപ്പിക്കാൻ എല്ലാം ശരിയാവും. അപ്പോൾ കൂട്ടുകാരെ, ഒരുപാട് കാര്യങ്ങൾ വിഷമങ്ങൾ ഉണ്ട് സുമീറാന്റെ മനസ്സിൽ. അപ്പോൾ ഇത്രയും കുറച്ചെങ്കിലും വിഷമങ്ങൾ, ആ ബാഡ് കമന്റ് കണ്ടപ്പോൾ അതിനൊന്ന് പ്രതികരിക്കണം തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ്
ഈ നമ്മളെ പുണ്യ റമദാൻ വരികയാണ്. അപ്പോൾ ആ റമദാൻ മാസത്തെ മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലും സദക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സുമിക്ക് ഒരു 2 സെൻറ്റ് സ്ഥലം വാങ്ങാനുള്ളത് ഞാൻ ഓളെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുക. സഹായിക്കണം എല്ലാവരും ഒന്ന്.